ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് മോ മുഖർജി ദാസ് എഴുതിയ ദളിത് ഗേൾ എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഐ വാസ് ബോൺ ഓൺ എ വിൻഡി നൈറ്റ്. അപ്പം നല്ല കാറ്റുള്ള ഒരു രാത്രിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പം ഈ വാക്യം സൂചിപ്പിക്കുന്നത് തൻ്റെ ജീവിതം ആരംഭിച്ചത് സമാധാനപരമോ അല്ലെങ്കിൽ സുരക്ഷിതമോ ആയ ഒരു അന്തരീക്ഷത്തിലല്ല, മറിച്ച് ഒരു പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ എന്നാണ് പറയുന്നത്. അത് വിൻഡ് ഈസ് ഓഫൻ യൂസ്ഡ് ഇൻ ലിറ്ററേച്ചർ. വിൻഡിനെ എപ്പോഴും ലിറ്ററേച്ചറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ടെർമോയിലായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി കാണിക്കാനോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കൺട്രോൾ, അങ്ങനെയൊക്കെയാണ് വിൻഡിനെ നമ്മുടെ ലിറ്ററേച്ചറിൽ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ മിറർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൊസൈറ്റൽ കണ്ടീഷൻസ് എ ദളിത് ഗേൾ മൈറ്റ് എൻകൗണ്ടർ. അപ്പോൾ ഒരു ദളിത് പെൺകുട്ടി നേരിടേണ്ടി വരുന്ന സാമൂഹിക സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇമേജ്, അതായത് ഐ വാസ് ബോൺ ഓൺ എ വിൻഡി നൈറ്റ് എന്നുള്ള ഈ ഇമേജ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒപ്രസീവ് നേച്ചർ ഓഫ് കാസ്റ്റ് സിസ്റ്റം. അത് ദളിതർ പലപ്പോഴും വിവേചനത്തിനും അക്രമത്തിനും വിധേയരാകുന്നു എന്നതിനെയാണ് സ്റ്റോം അല്ലെങ്കിൽ വിൻഡി നൈറ്റുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ലൈനിലോട്ട് പോവാം. വെൻ ദ ക്ലോക്ക് സ്ട്രക്ക് 12, അപ്പോൾ ടൈം സിഗ്നിഫൈ ചെയ്യുന്നു 12 മണിയാണ് സമയം. അണ്ടർ ദ സ്റ്റാറി സ്കൈ, അപ്പം നക്ഷത്ര നിബിഡമായ ആകാശത്തിന് കീഴിൽ. അപ്പം ജാതി വ്യവസ്ഥയുടെ അടിച്ചമർത്തുന്ന ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള സാധ്യമാകാം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആ നിമിഷം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വരി. ഈ വരിയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഹോപ്പും റെസിലിയൻസ്, അത് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്റ്റാർസ് ക്യാൻ റെപ്രസെൻറ്റ് എ സെൻസ് ഓഫ് ഹോപ്പ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ ഈവൻ ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ഈ സ്റ്റാർസ് എന്നുള്ളത്, അത് അണ്ടർ ദ സ്റ്റാറി സ്കൈ എന്നുള്ളതിലൂടെ കാണിക്കുന്നത്. അത് ഹോപ്പ് ആൻഡ് റെസിലിയൻസ്. ഇൻ എ ടർപ്പുലൻ കവേർഡ് ടെൻറ്റ്, അപ്പോൾ ടർപ്പുലിനൊക്കെ പൊതിഞ്ഞ ഒരു കൂടാരത്തിൽ. അപ്പോൾ അവരുടെ ലിവിങ് കണ്ടീഷനാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്, ആ ഒരു ടർപ്പുലിൻ പൊതിഞ്ഞ ആ ഒരു വീട് എന്നുള്ളത് കാണിക്കുന്നത്. നത്തിങ് ന്യൂ ഹാപ്പൻ, നത്തിങ് ചേഞ്ച്ഡ്. അപ്പം പുതുതായി ഒന്നും സംഭവിച്ചില്ല, ഒന്നും മാറിയില്ല എന്നത് ആ വരിയിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ അത് ദളിതർ നേരിടുന്ന അടിച്ചമർത്തൽ, അതുപോലെ സാമൂഹിക സാഹചര്യങ്ങളും വിവേചനവും മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പം നത്തിങ് ന്യൂ ഹാപ്പൻ, നത്തിങ് ചേഞ്ച്. അപ്പോൾ ഹെർ ലൈഫ് ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ഹർ മദേഴ്സ് ഓർ ഗ്രാൻഡ് മദേഴ്സ്. അപ്പോൾ ആ ദളിത് ഗേളിൻ്റെ ലൈഫ് ഒരിക്കലും ചേഞ്ച് ആകുന്നില്ല. അവളുടെ ലൈഫ് അവളുടെ അമ്മയുടെ ലൈഫ് പോലെയോ ഇല്ലെങ്കിൽ മുത്തശ്ശിയുടെ ലൈഫ് പോലെ ആയിരിക്കാം, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പം എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരികളിലൂടെ ദ പെർസിസ്റ്റൻറ്റ് നേച്ചർ ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റി. അപ്പം ഇത് നിരാശ എന്നൊരു വികാരം കൂടിയാണ് ഈ വരികളിലൂടെ പ്രകടിപ്പിക്കുന്നത്. ദളിതർക്ക് സാമൂഹിക നീതിക്കോ അതുപോലെ സമത്വത്തിനോ വേണ്ടി ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ വരികളിലൂടെ. അപ്പോൾ അവരുടെ ലൈഫിൽ ഡെസ്പെയർ ആണ് എടുത്ത് കാണിക്കുന്നത്. ഈ നത്തിങ് 2 നേരം ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദ റിപ്പീറ്റേഷൻ ഓഫ് നത്തിങ് എന്താണ് എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സിവിയറിറ്റി ആൻഡ് റെലൻലെസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ ഹൈലൈറ്റിംഗ് ദ സൈക്ലിക് നേച്ചർ ഓഫ് ഓപ്പറേഷൻ. അതായത് സാഹചര്യത്തിൻ്റെ തീവ്രതയാണ് ഇവിടെ ഊന്നി പറയുന്നത്. നത്തിങ് ന്യൂ ഹാപ്പൻ, നത്തിങ് ചേഞ്ച്. ഓൾ സീംഡ് സോ വെരി നാച്ചുറൽ ആൻഡ് പ്ലെയിൻറ്റീവ്. അപ്പോൾ ഓൾ സീംഡ് സോ വെരി നാച്ചുറൽ, എല്ലാം വളരെ സ്വാഭാവികമായി തോന്നി. പ്ലെയിൻറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ ദാറ്റ് മേക്സ് എ ലീഗൽ കംപ്ലെയിൻറ്റ് എബൌട്ട് സമ്മൺ എൽസ് ഇൻ എ കോർട്ട് ഓഫ് ലോ. പക്ഷേ വാദി എന്ന് നമുക്ക് പറയാം. വാദി, പ്ലെയിൻറ്റീവ് എന്ന് പറയുമ്പോൾ വാദി പ്രതി നമ്മൾ കേട്ടിട്ടില്ലേ, അതിൽ വാദിയാണ് ഈ പ്ലെയിൻറ്റീവ്. അപ്പം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ദളിത് പെൺകുട്ടി തൻ്റെ അടിച്ചമർത്തലിൻ്റെയും വിവേചനത്തിൻ്റെയും അനുഭവത്തെ അവളുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ആഴത്തിൽ വേരൂന്നിയ ഒന്നായി വിവരിക്കുകയാണ് ഇവിടെ. അപ്പം തൻ്റെ സാഹചര്യത്തെ സ്വാഭാവികമെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഒരു സാഡ് അക്സെപ്റ്റൻസ് ആണ് അവിടെ ചെയ്യുന്നത്. കാരണം ആ സൊസൈറ്റിയിൽ അവളുടെ പൊസിഷൻ എവിടെയാണ്, അവളെ മാർജിനലൈസ് ചെയ്താണ് വെച്ചിരുന്നത്. മാർജിനലൈസ് ചെയ്ത് എല്ലാവരിൽ നിന്നും മീൻസ് അവരോട് അധികം ഇടപഴകാതെ അവരെ മാർജിനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സൊസൈറ്റിയിൽ. അപ്പോൾ പ്ലെയിൻറ്റീവ് എന്ന് വെച്ചാൽ വാദി. അപ്പോൾ ഈ വാക്ക് ഒരു പരാതിയുടെ വികാരത്തെയോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒന്നിനായി അവരുടെ കണ്ടീഷൻ മെച്ചപ്പെട്ട ഒന്നിനായുള്ള നിയമപരമായ അവകാശവാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. എ വുമൻ ഫ്രം സം ഓൾഡ് വേൾഡ്. അപ്പം ഏകദേശം പഴയ ലോകത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ എന്ന ഈ ലൈൻ, ഈ വാചകത്തിലൂടെ എന്താ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴത്തിൽ വേരൂന്നിയതും അല്ലെങ്കിൽ ഒരു പരമ്പരാഗതപരമായി പലപ്പോഴും അടിച്ചമർത്തുന്നതുമായ ഒരു സാമൂഹിക ഘടനയിൽ നിന്നുള്ള ഒരു സ്ത്രീ എന്ന് സൂചിപ്പിക്കുന്നത്.
ഒരു സ്ത്രീയാണ് എ വുമൺ ഫ്രം സം ഓൾഡ് വേൾഡ് എന്നതിലൂടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇൻ ഷേക്കിംഗ് ഹാൻഡ്സ് വിത്ത് ക്യൂവറിംഗ് വോയിസ് ഡിക്ലെയർഡ് മൈ ഐഡൻറ്റിറ്റി എ ഗേൾ. അപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഷേക്ക് ചെയ്യുന്ന ഹാൻഡ്സോടെ എൻ്റെ വ്യക്തിത്വം പ്രഖ്യാപിച്ചു. എന്താണ്? ഒരു പെൺകുട്ടി എന്നുള്ളത്. ദ ഹോൾ വേൾഡ് വാസ് ഡീപ്പ് അസ്ലീപ്. അപ്പം ലോകം മുഴുവൻ ഗാഠനിദ്രയിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. ബെയറിങ് എ ഫ്യൂ, ചിലർ ഒഴികെ. അപ്പം ആരൊക്കെയാണ് ആ ചിലർ എന്നുള്ളതാണ് അടുത്ത ലൈനിൽ പറയുന്നത്. തോസ് കപ്പിൾസ് ലോക്ക്ഡ് ഇൻ ലവ്ലേസ്. അപ്പോൾ പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട ദമ്പതികൾ. തീവ് സ്റ്റീലിംഗ് ഇൻ ടു സംവൺസ് ഹൗസ്, ആരുടെയൊക്കെയോ വീടുകളിൽ മോഷണം നടത്തുന്ന കള്ളന്മാർ. ന്യൂ ബോൺ ബേബീസ് ഇൻ ടൈംസ് ഓഫ് ഹങ്കർ. അപ്പോൾ ന്യൂ ബോൺ ബേബീസ് എന്ന് വെച്ചാൽ നവജാത ശിശുക്കൾ, വിശപ്പ് കാരണം പാൽ കുടിക്കാൻ വേണ്ടി കരയുന്ന ആ കുഞ്ഞു കുട്ടികൾ. ക്രുക്കഡ് പീപ്പിൾ ഡിവൈസിങ് സ്ട്രാറ്റജിക് മൂവ്സ്. അപ്പോൾ ക്രുക്കഡ് എന്ന് വെച്ചാൽ വക്രബുദ്ധിയുള്ള ആളുകൾ. അപ്പോൾ തന്ത്രപരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന വക്രബുദ്ധിയുള്ള ആളുകൾ. ഓൺ ദാറ്റ് അൺഇവൻഫുൾ നൈറ്റ് ഐ വാസ് ബോൺ. അപ്പോൾ അൺഇവൻഫുൾ എന്ന് വെച്ചാൽ നോട്ട് ഇൻട്രസ്റ്റിംഗ്. അപ്പം അങ്ങനെ ഈ സംഭവബഹുലമായ രാത്രിയിലാണ് ഞാൻ ജനിച്ചത് എന്നാണ് പറയുന്നത്. ഫ്യൂ ഡേയ്സ് ലേറ്റർ മൈ ബർത്ത് സർട്ടിഫിക്കറ്റ് കൺഫേംഡ് വൺസ് മോർ മൈ ഐഡൻറ്റിറ്റി ഐ എം എ ഗേൾ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഐഡൻറ്റിറ്റി വീണ്ടും സ്ഥിരീകരിച്ചു, ഞാനൊരു പെൺകുട്ടിയാണ്. My father took me to a village school. I was once again provided a new certificate, this time by the panchayats. My identity was I am a Dalit. അപ്പോൾ എനിക്ക് 6 വയസ്സായിരുന്നു. അപ്പോൾ 6 വയസ്സായപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഒരു ഗ്രാമത്തിലെ സ്കൂളിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു പുതിയ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഇത്തവണ എവിടെ നിന്നാണ് കിട്ടിയത്? പഞ്ചായത്തുകൾ വഴിയാണ് കിട്ടിയത്. പഞ്ചായത്ത് വഴിയാണ്. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്? ഞാനൊരു ദളിത്താണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. Sitting at a corner in the school, I was banned by the upper caste girls. In the marketplace, boys maintained a distance. I wondered why. അപ്പം സ്കൂളിലെ ഒരു മൂലയിലിരുന്നു എന്നും ഉയർന്ന ജാതിക്കാരായ പെൺകുട്ടികൾ എന്നെ വിലക്കി എന്നതിലൂടെ സോഷ്യോ കൾച്ചറൽ ബാരിയേഴ്സ് ഫേസ് ചെയ്തതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പം താനൊരു ദളിത് പെൺകുട്ടി ആയിരുന്നതിനാൽ അവരുടെ കൂടെ ഇടപെടാൻ സമ്മതിച്ചില്ല, അതുപോലെ അവർ തന്നെ മാറ്റി നിർത്തി എന്നുമാണ് ഈ വരികളിലൂടെ പറയുന്നത്. അതുപോലെ മാർക്കറ്റിൽ ആൺകുട്ടികൾ അകലം പാലിച്ചു എന്നതിലൂടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു ജീവിക്കുന്ന, അതുപോലെ അടിച്ചമർത്തലുകളുടെയും വിവേചനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ വരികളിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നത്. ഐ വണ്ടേർഡ് വൈ, എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാർജിനലൈസ് ചെയ്യുന്നത് എന്നത് ചിന്തിച്ചു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. മൈ പേരൻസ് സ്റ്റുഡ് അറ്റ് ദ എൻഡ് ഇൻ ദ റേഷൻ ലൈൻ വെയിറ്റിംഗ് ഫോർ ദ ടേൺ. ഇൻ ദ വില്ലേജ് മീറ്റിംഗ് മൈ പേരൻസ് വർ ലാഫ്ഡ് അറ്റ് ഫോർ നോ ഫോൾട്ട്സ് ഓഫ് ദെയർ ഓൺ. ഐ വണ്ടേർഡ് വൈ. അപ്പം അവരുടെ ഊഴം കാത്ത്, അവരുടെ ടേൺ കാത്ത് തൻ്റെ മാതാപിതാക്കൾ റേഷ്യനിൽ വരിയിൽ നിന്നതിനെ ഇവിടെ എടുത്തു കാണിക്കുന്നതിലൂടെയും അവർ സമൂഹത്തിൽ നേരിട്ട സ്ട്രഗിൾസ്, അവരെ മാർജിനലൈസ്ഡ് ആക്കി വെച്ച സമൂഹത്തിൻ്റെ ഒരു ചിത്രമാണ് കവി നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ വില്ലേജ് മീറ്റിംഗ് നടന്നപ്പോൾ തൻ്റെ മാതാപിതാക്കളെ അവരുടേതല്ലാത്ത തെറ്റുകൾക്ക് പരിഹസിച്ചു. ഈ ഒരു അവസ്ഥയിലും അവർക്ക് തിരിച്ചു പറയാനോ അത് റെസിസ്റ്റ് ചെയ്യാനോ ഒക്കാതെ കേട്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കവി ഇവിടെ വിവരിക്കുന്നത്. അതായത് പവർ ഓഫ് സ്പീച്ച്, പവർ ഓഫ് എക്സ്പ്രഷൻ എല്ലാം ഡിക്ലൈൻ ചെയ്തതാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. Innocent questions were faced with flack. Flack means a criticism. With eyes wide. അപ്പം നിഷ്കളങ്കമായ ചോദ്യങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പം എന്ന വാക്യം അർത്ഥമാക്കുന്നത് സിമ്പിൾ, അതായത് ലളിതമായ അല്ലെങ്കിൽ ഹാംലെസ് ക്വസ്റ്റ്യൻസ്, അതായത് ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശക്തമായ വിമർശനം, ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. അപ്പം സൊസൈറ്റി പ്രിവെൻറ്റഡ് ഹെർ ഫ്രം എക്സ്പ്രസിങ് ഹെർസെൽഫ്. തൻ്റെ ജിജ്ഞാസയും സ്വതന്ത്രമായി സ്വയം പ്രകടിപ്പിക്കാനുള്ള കഴിവിനെയും സെൽഫ് എക്സ്പ്രഷനെയും എങ്ങനെ അടിച്ചമർത്തുന്നുവെന്ന് കവിത ചിത്രീകരിക്കുകയാണ്. ഒരു സിമ്പിൾ ആക്ട് ലൈക്ക് ആസ്കിങ് ക്വസ്റ്റ്യൻ ഇസ് എ ചാലഞ്ച് ഫേസ്ഡ് ബൈ ഹെർ ഇൻ ദിസ് സൊസൈറ്റി.
പീപ്പിൾ വേർ ഫ്ലബർകാസ്റ്റഡ് അറ്റ് മൈ ഒഡേസിറ്റി. അപ്പോൾ ഫ്ലബർകാസ്റ്റഡ് എന്ന് വെച്ചാൽ ഫീലിംഗ് ഷോക്ക്ഡ്, ഒഡേസിറ്റി എന്ന് വെച്ചാൽ ബോൾനെസ്. അപ്പോൾ എൻ്റെ ബോൾനെസ് കണ്ടിട്ട് ആളുകൾക്ക് എന്താ തോന്നുന്നത്, എന്ത് ഫീലിംഗാണ് വരുന്നത്, അവർ ഷോക്ക്ഡ് ആകുന്നു. അപ്പോൾ പേരൻസ് ഫെൽറ്റ് എംബരാസ്ഡ്. ഇനി പേരൻസ് മാതാപിതാക്കൾക്ക് എന്ത് ഫീലിംഗാണ് വരുന്നത്, അവർക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ്, അവർക്കൊരു അപ്സെറ്റ് ഫീലിംഗ് വരുന്നു. നെയ്ബേഴ്സ് സ്റ്റാർട്ടഡ് അവോയ്ഡിങ്. നെയ്ബേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ കുട്ടിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബീറ്റൺ, ബാറ്റേഡ്, ബ്രൂയിസ്ഡ്. ബാറ്റേഡ് എന്ന് വെച്ചാൽ ഇൽ ട്രീറ്റഡ്, ബ്രൂയിസ്ഡ് എന്ന് വെച്ചാൽ ഇഞ്ചേർഡ്, ഓർ നമുക്ക് ഇതിനകത്ത് ഹേർട്ട് ആയെന്ന് തന്നെ എടുക്കാം മീനിങ്. ആൻഡ് അറ്റംപ്റ്റ് വാസ് മേഡ് ടു പുട്ട് മീ ടു സൈലൻസ്. എന്നെ നിശബ്ദമാക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പവർ ഓഫ് എക്സ്പ്രഷൻ, പവർ ഓഫ് സ്പീച്ച് എല്ലാം അടിച്ചമർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. My soul refused the chains, the pangs of a bonded labor every time. പാങ്സ് എന്ന് വെച്ചാൽ പെയിൻ, ബോണ്ടഡ് ലേബർ എന്ന് വെച്ചാൽ സ്ലേവറി, ഇവിടെ അടിമത്തം. അപ്പം മൈ സോൾ റെഫ്യൂസ് ദ ചെയിൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ആത്മാവ് ചങ്ങലകൾ നിരസിച്ചു എന്നതിലൂടെ ഈ അടിമത്തത്തിൽ കഴിയുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെളിയിലോട്ട്, ആ സൊസൈറ്റി മാർജിനലൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു വ്യവസ്ഥതയിൽ നിന്ന് ഫ്രീഡം, ലിബറേഷൻ കിട്ടാൻ വേണ്ടി തൻ്റെ ആത്മാവ് ആഗ്രഹിച്ചു എന്നതാണ് ഈ വരികളിലൂടെ വിവരിക്കുന്നത്. ഐ വാസ് 18, ഐ വാസ് മാരീഡ് ഓഫ്. അപ്പോൾ എനിക്ക് 18 വയസ്സായിരുന്നു, ഞാൻ വിവാഹിതയായി. മൈ മാരേജ് സർട്ടിഫിക്കറ്റ് ഹാഡ് എ ന്യൂ ഐഡൻറ്റിറ്റി, ഐ എം എ വുമൺ നൗ. അപ്പോൾ ഇപ്പോൾ എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്തുവാണ്, ഇപ്പോൾ ഒരു സ്ത്രീയാണ്. മൈ ഹസ്ബൻഡ് വാസ് മൈ ഗാർഡിയൻ. അപ്പോൾ എൻ്റെ രക്ഷാധികാരി ഇപ്പോൾ എൻ്റെ ഭർത്താവാണ്. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെയാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത് ഈ കവിതയിലൂടെ. ദിസ് ടൈം മൈ ഐഡൻറ്റിറ്റി ബോർഡ് റെഡ് വെർമിലിയൺ ഓൺ മൈ ഫോർഹെഡ്. ഇത്തവണ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞു, അപ്പോൾ ഇത്തവണ എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ നെറ്റിയിൽ ചുവന്ന സിന്ദൂരമുണ്ട്. ആൻഡ് എ ക്ലോത്ത് ഓൺ മൈ ഹെഡ് കവറിങ് മൈ ഫേസ്. അപ്പോൾ എൻ്റെ തലയിൽ ഒരു തുണിയുണ്ട്, ആ തുണി കൊണ്ട് എൻ്റെ മുഖം മറച്ചിരിക്കുന്നു. ആൻഡ് എഗൈൻ ഐ വണ്ടേർഡ് വൈ. വീണ്ടും ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ്. വൺസ് മോർ I was silenced. Once more my soul tried to break free. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിശബ്ദയായി, ഒരിക്കൽ കൂടി എൻ്റെ ആത്മാവ് സ്വതന്ത്രയാകാൻ ശ്രമിച്ചു. I am 70 now. എനിക്കിപ്പോൾ 70 വയസ്സായി. ഇൻ ദ വെർജ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ വക്കീലെത്തിയിരിക്കുന്നു. ബട്ട് സ്റ്റിൽ ഇൻ പ്ലേസ്. മൈ അലേർട്ട് മൈൻഡ്, മൈ ഫൈറ്റിംഗ് സ്പിരിറ്റ്, മൈ അൺബാറ്റേർഡ് സോൾ ആൻഡ് ആൻ ഏർണിംഗ് ടു നോ. പക്ഷേ എൻ്റെ ജാഗ്രതയുള്ള മനസ്സ്, ഇപ്പോഴും എൻ്റെ പോരാട്ട വീര്യം, എൻ്റെ തളരാത്ത ആത്മാവ്, അറിയാനുള്ള ആഗ്രഹവും, എന്തുകൊണ്ട് സൊസൈറ്റി, അതായത് സമൂഹം തന്നെ ഒറ്റപ്പെടുത്തി, മാർജിനലൈസ് ചെയ്തു, റെസ്ട്രിക്ഷൻസ് തന്നു, പവർ ഓഫ് സ്പീച്ച്, പവർ ഓഫ് എക്സ്പ്രഷൻ എല്ലാം ഇല്ലാതാക്കി. ഐ വിൽ ബി ഡെഡ് ഫ്യൂ ഇയേഴ്സ് ഫ്രം നൗ. അപ്പം ഞാൻ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മരിക്കും. മൈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വിൽ വൺസ് അഗൈൻ ബെയർ മൈ ഐഡൻറ്റിറ്റി. ഐ എം എ ഡെഡ് ദളിത് വുമൺ. ഇനി എൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ എന്തായിരിക്കും എൻ്റെ ഐഡൻറ്റിറ്റി? ഞാൻ മരിച്ചുപോയ ഒരു ദളിത് സ്ത്രീയാണ്. സർപ്രൈസ്ഡ് ആൻഡ് ഹേർട്ട്. അപ്പം രണ്ട് വികാരങ്ങളിലാണ് കവി ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സർപ്രൈസ്, അതായത് അത്ഭുതവും, ഹേർട്ട്, വേദനയും. I will never know why my certificate never mentioned I am a human too. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഞാനും ഒരു മനുഷ്യനാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. സമൂഹത്തിലപ്പോൾ ഒറ്റപ്പെട്ട് വിവേചനത്തിൻ്റെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ദളിത് ഗേളിൻ്റെ വികാരത്തെയാണ് മൗം മുഖർജി ദാസ് ഈ കവിതയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ ഒരു പെൺകുട്ടിയുടെ ക്വസ്റ്റ് ഫോർ ഐഡൻറ്റിറ്റിയും ആണ് ഇതിലൂടെ ചിത്രീകരിക്കുന്നത്. I hope you are clear with this explanation. If you feel this class useful, please share with your friends. Thank you and have a nice day.